പഹൽഗാമിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പഹൽഗാമിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പലപ്പോഴും ആലോചിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കേണ്ടതാണ്. ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒരിക്കലും നമുക്ക് സമാധാനപരമായ മാർഗങ്ങളിലൂടെ അടിച്ചമർത്താൻ സാധിക്കില്ല. കാരണം അവരുടെ കിതാബുകളിൽ പോലും അങ്ങനെ പറയുന്നില്ല. സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്. അവർ ഭീകരപ്രവർത്തനങ്ങളെയൊക്കെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലായിട്ട് ഒരു ജിഹാദായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമാബാദിൽ അല്ലെങ്കിൽ കറാച്ചിയിൽ എവിടെയെങ്കിലുമുള്ള ഭീകരത്താവളങ്ങളിൽ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി തന്നെ ബോംബ് പതിപ്പിച്ചുകൊണ്ട് തന്നെ വേണം അതിന് മറുപടി കൊടുക്കുവാനായിട്ട്. അതായത് 26 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 250 പേരെയെങ്കിലും അവിടുത്തെ തീവ്രവാദികളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിന് നമ്മളൊരിക്കലും ന്യായീകരിച്ചിട്ടോ അല്ലെങ്കിൽ യുദ്ധമാണോ പരിഹാരമെന്നൊക്കെ പലരും ചോദിക്കും. സമാധാനമല്ലേ, ക്ഷമയല്ലേ വേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ അതിനൊരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷമ അവരൊരു വലിയ ദൗർബല്യമായിട്ടാണ് കാണുന്നത്. അവർക്ക് അടിക്ക് അടി തിരിച്ചടി, ഒരാൾക്ക് 10 ആൾ മരിച്ചു കഴിയുമ്പോഴേ അവർക്ക് ഒരു വേദനയുടെ ആ ദുഃഖം അവരുടെ ഫീലിങ്ങിൽ തട്ടുകയുള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾ തീർന്നു പോകും, ഇല്ലാതായി പോകും എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ അവർ നിർത്തുന്നതായിട്ടാണ്. പല ലോകത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന കാര്യങ്ങളിലൊക്കെ തീവ്രവാദം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർക്ക് അടിക്കടി തിരിച്ചടി, ഒരാൾക്ക് 10 ആളെ വെച്ച് കൊല്ലുന്ന എല്ലാ മേഖലകളിലും തീവ്രവാദം ശമിച്ചു പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ഭയമാണ്. ഭയത്തിൻ്റെതായ വിത്ത് അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ തീവ്രവാദം ശമിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്താതെ കൊണ്ട് നമ്മൾ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വലിയ ദൗർബല്യമായിട്ട് ചിലപ്പം മിക്കവാറും പാകിസ്ഥാനികൾ കാണാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് ചെയ്യേണ്ടത് നിലവിളി ശബ്ദം അവിടെ നിന്ന് ഉയരണം. അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കുട്ടികളുടെയും നിലവിളി അവിടെ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാമിക തീവ്രവാദം അടിച്ചമർത്താൻ പറ്റുള്ളൂ. അതിനകത്ത് മറ്റൊരു സൊല്യൂഷൻ അതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇന്ത്യ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതിശക്തമായ തിരിച്ചടി തന്നെ ആയിരിക്കണം. അതുതന്നെയല്ല, ഇനിയുള്ള തീവ്രവാദങ്ങളെ നേരിടുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ കൈകാര്യം നല്ല രീതിയിൽ ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ സഹായം നമ്മൾ തേടേണ്ടതാണ്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിൻ്റെ അറിവും സമ്മതവും അവരുടെ അഭിപ്രായവും കൂടി മാനിച്ചുകൊണ്ട് വേണം നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനായിട്ട്.